എനിക്കൊരു വലിയ ഭാഗ്യമുണ്ടായത് ഖാദർക്കായുടെ ഈ ആത്മരേഖയ്ക്ക് ഒരു ചെറിയ അവതാരിക എഴുതാൻ അവസരമുണ്ടായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായിട്ടൊരു പ്രസംഗം ആവശ്യമില്ല. എങ്കിലും ഖാദർക്കായ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ പരിചയപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. പൂർവാശ്രമത്തിൽ അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഉപനയിച്ച ആളൂർ പ്രഭാകരൻ, മലപ്പുറം പി ഗംഗാധരേട്ടൻ, പ്രൊഫസർ പി ശ്രീധരൻ തുടങ്ങിയ ഗുരുക്കന്മാരൊക്കെയാണ് എന്നെയും ആദ്യകാലത്ത് ഇടതുപക്ഷ സഹയാത്രികനാക്കിയത്. ആ കാലത്ത് ഖാദർക്ക ഇങ്ങനെ വേദികളിൽ ജ്വലിച്ചു നിൽക്കുന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനും അദ്ദേഹത്തോടൊപ്പം ചില വേദികൾ പങ്കിടാനും സാധിച്ചിട്ടുണ്ട്. 17 വർഷം അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. മലപ്പുറത്തെ വടക്കേമണ്ണ വളവിൽ ജനിച്ച ഒരു കുട്ടി സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ മോസ്കോയിൽ പോയി പ്രസംഗിച്ചു എന്ന ബഹുമതി മലപ്പുറത്തൊരു പക്ഷേ EMS നമ്പൂതിരിപ്പാട് കഴിഞ്ഞാൽ KN ഖാദറിനായിരിക്കും. അതൊരു ചെറിയ ബഹുമതിയല്ല. EMS നമ്പൂതിരിപ്പാടും K ദാമോദരനും ഒക്കെ ഉണ്ടായ മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാരനായി വളർന്ന് അദ്ദേഹം ആർജിച്ചത് കറകളഞ്ഞ മതേതര ബോധമാണ്. അദ്ദേഹം വാഗ്മിയാണ്, അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവാണ്, MLA ആയിരുന്നു, എഴുത്തുകാരനാണ്, വളരെ പ്രസാദമധുരമായി സംസാരിക്കുന്ന സുഹൃത്താണ്. അതിലൊക്കെ ഉപരിയായി KN ഖാദറിനെ വിശേഷിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അദ്ദേഹം 100% മതേതരവാദിയായി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന കാലത്തും മതേതരവാദിയായിരുന്നു. ലീഗിൽ അദ്ദേഹം കാണുന്ന ഒരു സവിശേഷത, ലീഗ് ഒരു മതേതര പ്രസ്ഥാനമായതുകൊണ്ട് തനിക്ക് തൻ്റെ മതേതര നിലപാട് മുസ്ലിം ലീഗിൽ ബലി കഴിക്കേണ്ടി വന്നില്ല എന്നതാണ്. അപ്പം അതാണ് KN ഖാദറിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവർക്കറിയാം. ഭഗവത്ഗീതയും ഉപനിഷത്ത് വാക്യങ്ങളും വിശുദ്ധ ഖുറാനിലെ വാക്യങ്ങളും ബൈബിൾ വചനങ്ങളും മാർക്സിൻ്റെ ദർശനങ്ങളും എംഗൽസിൻ്റെ ചിന്തകളും ലോകോത്തര പോസ്റ്റ് മാർക്സിയൻ ചിന്തകന്മാരുടെ ചിന്തകളും മഹാകവിത്രയത്തിൻ്റെ കവിതകളും ഇടശ്ശേരിയുടെ വരികളും ഏറ്റവും പുതിയ ബാലചന്ദ്ര ചുള്ളിക്കാടിൻ്റെ വരികളും ചിലപ്പോൾ എൻ്റെ വരികൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് കവിതാമയമായിട്ടാണ് ഖാദർക്ക പ്രസംഗിക്കുക. ഖാദർക്കയുടെ പ്രസംഗം ഒരിക്കൽ കേട്ട ഒരാൾ ആ പ്രസംഗം കൊണ്ട് മാത്രം ഉത്തമ മനുഷ്യസ്നേഹിയായി മാറിത്തീരുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സവിശേഷത. ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു സാമൂഹ്യ അധ്യാപകനാണ്. ഒരിക്കലും തന്നെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത പ്രകൃതമാണ് ഈ ആത്മകഥയിലും. അദ്ദേഹം ഒരിക്കലും തന്നെക്കുറിച്ചൊന്നും അമിതമായിട്ട് പറയുന്നില്ല. തൻ്റെ കൂടെ ജീവിച്ച മനുഷ്യർ, വടക്കേമണ്ണ വളവിലെ ആ കാലത്ത് 70 കൊല്ലം പഴക്കമുള്ള മലപ്പുറത്ത് മൈലപ്പുറം നേർച്ചയ്ക്കും മൈലപ്പുറം താലപ്പൊലിക്കും മലപ്പുറം നേർച്ചയ്ക്കും ഒരുപോലെ പങ്കെടുത്ത യഥാർത്ഥ മതേതര മലപ്പുറത്തിൻ്റെ പ്രതിനിധിയാണ് KN ഖാദർ. മലപ്പുറം എന്നത് ലോകത്തെ മതേതരത്വം പുലരുന്ന ഒരു അത്ഭുത പ്രദേശമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ ആ മതേതരത്വത്തിൻ്റെ പ്രവാചകനും പ്രചാരകനുമായിട്ടാണ് ഇതുവരെ ജീവിച്ചത്. ഒരുപാട് അനുഭവങ്ങൾ നേരത്തെ VD സതീശൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു സന്ദർഭം, അശോക എംപറർ തകർന്ന് YF-ന്റെ പ്രവർത്തകനായിരുന്ന രാജൻ മരിച്ചപ്പോൾ അവിടെ ഓടിയെത്തിയ അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കണ്ണു നനഞ്ഞുകൊണ്ടേ വായിക്കാൻ സാധിക്കും. ഞാൻ സാന്ദർഭികമായി കൊല്ലത്ത് ജനയുഗത്തിലൊരു പരിപാടിക്ക് പോയപ്പോൾ ഈ രാജൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കാണാനിടവന്നു. ആ വീട്ടിൽ ഞാൻ പോയി. ഈ വിവരങ്ങളൊന്നും അറിയാതെ ആ സ്ത്രീ, രാജൻ്റെ സഹോദരി, അന്ന് പങ്കുവെച്ചത് ആ അപകടം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് KN ഖാദറാണ്. ഇതൊന്നും വായിച്ചിട്ടല്ല ഞാൻ ആ അനുഭവം നേരിടുന്നു. അതുപോലെ ബിനോയ് വിശ്വവും KN ഖാദറും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ ഞാനും പ്രസംഗകനായിട്ടുണ്ടായിരുന്നു. അവിടെ ബിനോയ് വിശ്വം വരച്ചു വെച്ച ഒരു KN ഖാദറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നൊരു കാര്യം, 100% മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. CPI വിടാനുണ്ടായ ഒരു കാരണം ശരീഅത്ത് വിവാദമാണ്. ശരീഅത്ത് വിവാദക്കാലത്ത് മലപ്പുറത്ത് CPIയുടെ സെക്രട്ടറി ആയിരുന്നു KN ഖാദർ. മലപ്പുറത്ത് ശരീഅത്ത് വിവാദത്തിൽ ഒരു നിലപാടെടുക്കാൻ സത്യസന്ധനായ KN ഖാദറിന് പ്രയാസമുണ്ടായിരുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടതില്ല എന്നതായിരുന്നു KN ഖാദർക്കാരുടെ അഭിപ്രായം. പക്ഷേ അത് പാർട്ടി ചെവിക്കൊണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നത് പാർട്ടിക്കും തനിക്കും പ്രയാസമില്ലാത്ത വിധത്തിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. CPI വിടുന്നു എന്ന് അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. CPI വിട്ടതിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും അദ്ദേഹത്തെ നിന്ദിച്ചില്ല, വെറുത്തില്ല. താൻ CPIയും വെറുത്തില്ല. അതൊരു വലിയ നിലപാടാണ്. മുസ്ലിം ലീഗിൽ നിൽക്കുമ്പോഴും തന്നെ രൂപപ്പെടുത്തിയ ചിന്തകൾ, മനുഷ്യസ്നേഹം, അന്വേഷണ വ്യഗ്രത ഒക്കെ കമ്മ്യൂണിസം തന്നതാണെന്ന് ഇപ്പോഴും സത്യസന്ധനായി പറയുന്നു എന്നത് KN ഖാദർ എന്ന മനുഷ്യൻ്റെ ആത്മാർത്ഥതയുടെ കൂടി അടയാളമാണ്. സാധാരണ വിട്ടുപോകുന്നതൊക്കെ മോശമാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ തനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായി കിട്ടിയ പരിശീലനമാണ് മുസ്ലിം ലീഗിലും മാനവികതയുടെ അടയാളങ്ങളെ കൊണ്ടു നടത്താൻ സാധിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ പുസ്തകം പണം കൊടുത്തു വാങ്ങി വായിക്കണം. അത് മലപ്പുറത്തെ ഒരു സാധാരണ മനുഷ്യൻ ലോകത്തോളം വളർന്നതിൻ്റെ കഥയാണ്. മലപ്പുറം മനസ്സിൻ്റെ കഥയാണ്. ഇത് വാങ്ങി വായിച്ചതുകൊണ്ട് യാതൊരു നഷ്ടവും നിങ്ങൾക്കുണ്ടാവുകയില്ല. ഇനി അഥവാ നഷ്ടം വന്നാൽ ഞാൻ മലപ്പുറത്തുകാരനാണ്, ആ നഷ്ടപരിഹാരം നിങ്ങൾക്ക് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ഗ്യാരണ്ടി പറയാവുന്ന ഒരു പുസ്തകമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാം. കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു കവിത ചൊല്ലം വിചാരിച്ചു. ഞാൻ അങ്ങനെ ആലോചിച്ചു ഏത് കവിത ചൊല്ലും. ഇപ്പോൾ KN ഖാദർ എന്ന കാവ്യസ്നേഹി അദ്ദേഹത്തെ ഞെക്കിപ്പിടിച്ചാൽ അനേകം മഹാകാവ്യങ്ങൾ പുറത്തേക്ക് വരും. ഇപ്പോൾ ചൊല്ലാൻ പറഞ്ഞാൽ ഉള്ളൂരും വള്ളത്തോളും ആശാനും ചങ്ങമ്പുഴയും ഇടശ്ശേരിയും വൈലോപ്പിള്ളിയും തൊട്ട് കടമ്മനിട്ട രാമകൃഷ്ണനും ഞാനും വരെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിപ്പുണ്ട്. അത്രയേറെ കവിതകളെ സ്നേഹിച്ച ഒരാളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയക്കാരനല്ലായിരുന്നുവെങ്കിൽ KN ഖാദർ മലയാളത്തിലെ ഒരു മഹാകവി ആകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കാവ്യബോധമുള്ള ഒരാളാണ്. ഞാൻ ഖാദർക്ക എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് തന്നെയാണ്. ജീവിതത്തിൽ എനിക്ക് ജ്യേഷ്ഠന്മാരില്ല. ജ്യേഷ്ഠന്മാരെ കിട്ടിയത് പൊതുജീവിതത്തിൽ നിന്നാണ്. ഏതാണ്ടൊരു 40 വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഈ ജ്യേഷ്ഠന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ആത്മകഥ ഇനിയേ വരൂ. കാരണം ചില കാര്യങ്ങൾ സത്യസന്ധമായി ജീവിച്ചിരിക്കുമ്പോൾ ആത്മകഥയിൽ എഴുതാൻ പറ്റില്ല. അപ്പം അദ്ദേഹം ഒരു ആത്മകഥ കൂടി എഴുതും. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിലായിരിക്കും പൂർണ്ണമായ KN ഖാദർ വെളിപ്പെട്ട് കിട്ടുക. അതും മലയാളം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു കാവ്യാശംസ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനമുള്ള ഒരു കവി എനിക്കറിയാം. അത് ഇന്ത്യൻ ദേശീയ മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറും അല്ലാമ ഇക്ബാലും ബങ്കിം ചന്ദ്രനും മഹാകവി വള്ളത്തോളും സുബ്രഹ്മണ്യ ഭാരതിയാരും ഇന്ത്യയെ നയിച്ചൊരു കാലമുണ്ടായിരുന്നു. അതൊരു മതേതര ഇന്ത്യയാണ്. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, സുവർണക്ഷേത്രം കാണാൻ വേണ്ടി ഖാദർക്ക പോയപ്പോൾ സുവർണക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിംഗിനോട് ചോദിച്ചു, ഞാൻ അകത്തേക്ക് കടക്കാമോ? അതെന്താ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാനൊരു മുസൽമാനാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ആ സിംഗ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ക്ഷേത്രം എത്രമാത്രം ഞങ്ങളുടേതാണോ അത്രമാത്രം നിങ്ങളുടേതുമാണ്. ആ നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഞാൻ കരഞ്ഞു, അദ്ദേഹവും കരഞ്ഞു. ആ കണ്ണുനീര് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കണ്ണുനീരാണ്. ആ മതേതരത്വം വെട്ടിമുറിക്കപ്പെടുകയാണ്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ക്രൂരകാലത്ത് ജീവിച്ച കാലം അത്രയും മതേതര മാനവികതയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ്റെ ആത്മരേഖയുടെ കണ്ണുനീർ സുവർണക്ഷേത്രത്തിൽ വീണത് ഞാൻ ഒരർത്ഥത്തിൽ വേദനയോടുകൂടിയും ഒരർത്ഥത്തിൽ പ്രത്യാശയോടുകൂടിയും കാണുന്നു. അതിന് ഇന്ത്യയെ സഹായിച്ച ഒരു മഹാകവിയാണ് മഹാത്മാഗാന്ധി, ദ ഗ്രേറ്റ് സെന്റിനൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ച കവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ജി ശങ്കരക്കുറുപ്പ് പരിഭാഷപ്പെടുത്തിയ 2 ഗീതങ്ങൾ ഞാൻ ഖാദർക്കായ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. കവിത ബോറടിക്കുന്നെങ്കിൽ പൊറുക്കണം. 2 ചെറിയ ഗീതങ്ങളാണ്. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവൂ
ഞാൻ. ഇത് ഖാദർക്കാരുടെ ജീവിതത്തെക്കുറിച്ച് ടാഗോർ അന്ന് എഴുതിയതാണ്. ഒന്നും വ്യർത്ഥമാക്കിയിട്ടില്ല. പൂർണ്ണമായില്ലെങ്കിലുമീ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. എന്നറിവു ഞാൻ. ജീവിതത്തിൽ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലം ആയിപ്പോയില്ലെന്നറിവു ഞാൻ. എന്ത് പഞ്ചിതന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമ അനാഗത കാല സംഗീതം. എന്ത് പഞ്ചിതന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗത കാല സംഗീതം. ഒന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. എന്നറിവു ഞാൻ. ജീവിതത്തിൽ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലമായി പോയില്ല എന്നറിവു ഞാൻ. ഖാദർക്ക ജീവിതത്തിൽ ഇതുവരെ ചെയ്തതൊന്നും വിഫലമായിട്ടില്ല, ഒന്നും വ്യർത്ഥമായിട്ടില്ല. ആ വ്യർത്ഥമാകാത്ത ജീവിതം വ്യാകരണമില്ലാത്തതാണെങ്കിലും സാർത്ഥകമാണ്. അത് രേഖപ്പെടുത്തിയ ഫഹ്മിക്ക് മലയാളത്തിൻ്റെ ഹൃദയാഭിവാദനം. അത് സാക്ഷാത്കരിച്ച മാതൃഭൂമിക്കും അഭിവാദ്യം. ഖാദർക്ക ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി മനുഷ്യന് പടച്ച തമ്പുരാൻ അനുവദിച്ചു തന്നിരിക്കുന്ന 120 വയസ്സുവരെ ജീവിക്കട്ടെ എന്ന് ആശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 120ാമത്തെ വയസ്സിൽ അദ്ദേഹം അടുത്ത ആത്മകഥ പ്രകാശിപ്പിക്കുമ്പോൾ പ്രസംഗിക്കാൻ എന്നെയും ക്ഷണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.